നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 19 ബുധനാഴ്ചയാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് ഓപ്പണിംഗിന് സാധ്യതയുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഇന്ന് ICICI ബാങ്ക് ആയിരിക്കും ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളത്. എന്തുകൊണ്ട് ICICI ബാങ്ക് ഫോക്കസിൽ വരും എന്നുള്ള വാർത്ത നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റിലേക്ക് വരാം. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. S&P 500 റെക്കോർഡ് ഹൈക്ക് അരികിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. US നിന്നും ഫെഡറൽ റിസർവ് മിനിറ്റ്സ് ഇന്ന് പുറത്തു വരാനുണ്ട്. ഇന്ന് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടും അതുതന്നെയായിരിക്കും. ഇതുകൂടാതെ നാലാം പാദത്തിലെ വരുമാന സീസൺ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. US ഈ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്ത റിസൾട്ടുകളിൽ 74% കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് പുറത്തു കൊണ്ടുവന്നത് എന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്റ്റോക്കുകളിൽ ഇന്നലെ ഇന്റൽ 16% നേട്ടമുണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ICICI ബാങ്കാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് 3%. HDFC ബാങ്ക് 0.46% നേട്ടമുണ്ടാക്കി. ടെക് സൈഡിലേക്ക് വന്നാൽ ഇൻഫോസിസ് 0.77% ഉയർന്നു. വിപ്രോ 1.38% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 0.29% ഇടിവുമുണ്ടാക്കി. ഡിഫൻസ് സ്റ്റോക്കുകളുടെ സഹായത്തോടെ യൂറോപ്യൻ മാർക്കറ്റുകൾ വീണ്ടും ഉയർന്നു. മാത്രമല്ല ഗോൾഡിന്റെ തേരോട്ടം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ 1.2% നേട്ടമുണ്ടാക്കി. 63,760 രൂപയിലാണ് ഇപ്പോൾ പവന് കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ഇപ്പോഴത്തെ 50% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരമാവധി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 200 ലൈക്കുകൾ തന്നെയാണ് ഇന്നത്തെയും നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യുക. എങ്കിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് ICICI ബാങ്ക് ആവാൻ സാധ്യതയുണ്ട്. ICICI ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. UK ആസ്ഥാനമായുള്ള പ്രൊഡൻഷ്യൽ ICICI പ്രൊഡൻഷ്യൽ AMCയുടെ 3% ഓഹരി IPOയ്ക്ക് മുൻപ് വിറ്റേക്കും. എന്നാൽ ICICI ബാങ്ക് അതിന്റെ 51% ഹോൾഡിംഗ് നിലനിർത്താൻ ഈ 3% ഓഹരി വാങ്ങുന്നത് പരിഗണിക്കുന്നുമുണ്ട്. നിലവിലുള്ള ESOP പ്ലാൻ പ്രകാരം ICICI ബാങ്ക് ജീവനക്കാർക്ക് 3% ഓഹരി അനുവദിച്ചേക്കും. ഏതായാലും പ്രൊഡൻഷ്യൽ 3% വിൽക്കുന്നു എന്ന വാർത്ത എത്തരത്തിലായിരിക്കും ICICI ബാങ്കിനെ ബാധിക്കുക എന്ന് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. ഇന്നലെ US ADRൽ സ്റ്റോക്ക് ഏകദേശം 3% നഷ്ടമുണ്ടാക്കിയിരുന്നു. ഇനി പ്രൊഡൻഷ്യൽ 3% ഓഹരികൾ വിൽക്കുന്നത് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഒരു ലോവർ കോൺഫിഡൻസ് അത് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും സ്റ്റോക്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. US പരസ്പരമുള്ള താരിഫുകൾ കാരണം ഇന്ത്യക്ക് പ്രതിവർഷം $7 ബില്യൺ നഷ്ടമായേക്കാം. ഇനി ഈ ഒരു റെസിപ്രോക്കൽ കാരണമുള്ള അപകട സാധ്യതകൾ ഏതൊക്കെ മേഖലകളിലേക്കാണ് എന്ന് നോക്കിയാൽ രാസവസ്തുക്കൾ, ലോഹങ്ങൾ, ആഭരണങ്ങൾ, ഓട്ടോമൊബൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ബാധിക്കാനുള്ള സാധ്യതകളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഇന്ത്യയുടെ കയറ്റുമതി താരിഫുകൾ പരിശോധിച്ചാൽ 2023 ഇന്ത്യ 11% വെയ്റ്റഡ് ശരാശരി താരിഫ് ഈടാക്കി. US-നേക്കാൾ 8.2% പോയിന്റ് കൂടുതലാണിത്. ഇനി കുറഞ്ഞ അപകട സാധ്യതയുള്ള മേഖലകൾ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ തുണിത്തരങ്ങൾ, തുകൽ, മരം തുടങ്ങിയവയ്ക്ക് അപകട സാധ്യത കുറവാണ് എന്നും കാണാം. അടുത്തതായി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ശ്രീ മാധവ് ചന്ദ്രജ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി സ്ഥാനമേൽക്കും. SP മഹേഷ് കുമാറാണ് തൽസ്ഥാനം രാജിവെക്കുന്നത്. അടുത്തത് മഹീന്ദ്ര ലൈഫ് സ്പേസ് എന്ന കമ്പനിയാണ്. റിയൽ എസ്റ്റേറ്റ് കമ്പനി ലിവിങ്സ്റ്റൺ ഇൻഫ്രയുമായി ചേർന്ന് മഹാലക്ഷ്മിയിൽ 1650 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് റീഡെവലപ്പ് ചെയ്യുന്നതിനായി ഒരുങ്ങുന്നു. മറ്റൊരു റെയിൽവേ കമ്പനി RVNL. കമ്പനിക്ക് 554.5 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. കർണാടകയിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി ഒരു ഓർഡർ ലഭിച്ചത് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ഹ്യോസിംഗ് T&D ഇന്ത്യയിൽ നിന്ന് 166.45 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തതായി L&T എന്ന കമ്പനിയാണ്. L&T സ്പെഷ്യൽ സ്റ്റീൽസ്, ഹെവി ഫോർജിങ്സ് എന്നിവയുടെ ബാക്കിയുള്ള 26% ഓഹരികൾ NPCIL നിന്ന് കമ്പനി വാങ്ങുകയും NPCILുമായുള്ള സംയുക്ത സംരംഭം അവസാനിപ്പിക്കുകയും ചെയ്തു. അടുത്തത് സെല്ലോ വേൾഡ് എന്ന കമ്പനിയാണ്. സെല്ലോ ഇൻഡസ്ട്രീസിന്റെ ദാമൻ യൂണിറ്റിലെ ഫർണസുകളിലൊന്നിൽ തീപിടുത്തമുണ്ടായതായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. അടുത്തത് RBM ഇൻഫ്രാകോൺ എന്ന കമ്പനി.
കമ്പനിക്ക് 7.22 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. അടുത്തത് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. കമ്പനിക്ക് 69 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് അമി ഓർഗാനിക്സ് ആണ്. കമ്പനിയുടെ ബോർഡ് ഫെബ്രുവരി 21 യോഗം ചേരും. സ്റ്റോക്ക് സ്പ്ലിറ്റ് പരിഗണിക്കുന്നുണ്ട്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് മാത്രമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി നമ്മുടെ ഓപ്ഷന്റെ ബേസിക് കോഴ്സിനെ കുറിച്ച് പറയാം. ഒരുപാട് പേർ ഒട്ടും തന്നെ ഓപ്ഷൻസിനെ കുറിച്ച് അറിയാതെ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. നമ്മളിൽ ഒരുപാട് പേർ അത്തരത്തിൽ ഒരുപാട് പണം കളയുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ്, ഒരിക്കലും അങ്ങനെ കളയരുത്. കൃത്യമായി പഠിച്ച് മാത്രം ട്രേഡ് എടുക്കുക. അത്തരത്തിൽ ഓപ്ഷന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വെറും 4 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെല്ലിങ്ങിലായിരുന്ന FIS ഇന്നലെ വീണ്ടും വലിയൊരു ബൈയിങ്ങിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. 4787 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 3072 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്ന് ധാരാളം എക്കണോമിക് ഡാറ്റകൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് വരാനിരിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.27% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.37% ഇടിവിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.33% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 1.51% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,963 എന്ന നിലയിലാണ്. 23 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു 10 പോയിന്റ്സിന്റെ ഡൗൺ സൈഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. റഷ്യയിലെ എണ്ണ പൈപ്പ് ലൈൻ പമ്പിംഗ് സ്റ്റേഷനിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് കസാക്കിസ്ഥാനിൽ നിന്നുള്ള ഓയിൽ വരവിന്റെ ഒഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഓയിൽ പ്രൈസുകൾ നേട്ടമുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $75.93 പെർ ബാരൽ എന്ന നിലയിൽ 0.17% നേട്ടത്തിലാണുള്ളത്. WTI ട്രേഡ് ചെയ്യുന്നത് $71.92 പെർ ബാരൽ എന്ന നിലയിൽ 0.13% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 22,945 14 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെയും ഒരു സ്ട്രോങ് സപ്പോർട്ടായി മാറിയ സോൺ എന്ന് പറയുന്നത് 22,750 മുതൽ 22,800 വരെയുള്ള സോൺ തന്നെയാണ്. ഇന്നലത്തെ നിഫ്റ്റിയുടെ ലോ 22,801 ആണ്. ഇനി നമുക്ക് ഇന്നലത്തെ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലും തിങ്കളാഴ്ചത്തെ ഡെയിലി ക്യാൻഡിലും അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേതും കഴിഞ്ഞ ബുധനാഴ്ചത്തേതും എല്ലാ ഡെയിലി ക്യാൻഡിലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രധാനപ്പെട്ട സോണിൽ നിന്നും ഒരു റിവേഴ്സൽ എപ്പോഴും ലഭിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു ഏരിയ ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് എന്നാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ക്യാൻഡിലുകളും സൂചിപ്പിക്കുന്നത്. സൈഡിലേക്ക് വന്നാൽ 23,000 പ്രധാനപ്പെട്ട ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 23,200 എന്ന 20 ഡേ EMA ആണ്. അതിനുശേഷം 50 ഡേ EMA വരുന്നത് 23,500 അടുത്തതായി ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇൻഡിസിഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഇന്നലെ ലോവർ ലെവലിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാമെങ്കിലും ഇന്നലത്തെ ക്യാൻഡിൽ പോലെ തന്നെ ഒരു ഇൻഡിസിഷൻ തന്നെയാണ് ഇപ്പോൾ മൊത്തത്തിൽ കാണുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ ആദ്യം 23,800 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000, അതിനുശേഷം 22,700 സ്ട്രൈക്ക്, അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,700. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. അതുവഴി ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ബുൾസിനെയാണോ ബിയേഴ്സിനെയാണോ കൂടുതലായി സപ്പോർട്ട് ചെയ്തത് എന്ന് നോക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,900-ൽ 55% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് ആണ്. 76% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. 22,850 സ്ട്രൈക്കിൽ 22% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 43% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,950 സ്ട്രൈക്കിൽ 57% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 76% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള
കോൾ സെല്ലേഴ്സിനാണ് കുറച്ചുകൂടി ശക്തി കൂടുതലുള്ളതെന്ന് കാണാം. 49,087 171 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെയും ഇന്നത്തെ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓവറോൾ സിറ്റുവേഷൻ ഇപ്പോഴും അത്ര പോസിറ്റീവിലൊന്നുമല്ല. നല്ല നെഗറ്റിവിറ്റി ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് 49,740 ആണ്. തുടർന്ന് 50,500. ഡൗൺ സൈഡിൽ 48,041 നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലാണ്. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 6 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിയുകയുണ്ടായി. 15.66 0.37% ഇന്നലെ ഇടിഞ്ഞത്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അത് ഇവിടെ ഷെയർ ചെയ്യുന്നതും. ഇനി നമ്മൾ മറ്റൊരു കാര്യം ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഷെയർ ചെയ്ത ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ എല്ലാം അനലൈസ് ചെയ്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. വളരെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അക്കൗണ്ട് അതിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ലിങ്കും നമ്മൾ അവിടെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.